റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച പണം പിരിക്കാനാണെന്ന ആരോപണം ആവർത്തിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. തങ്ങൾ ഭരണത്തിലേക്ക് വരുന്നതായി പറഞ്ഞ UDF സ്ഥാനാർത്ഥികൾ പണം പിരിക്കുകയാണ്. UDF നേതാക്കൾ പണത്തിനായി വിളിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് പലരും പറയുന്നുണ്ടെന്നും റിയാസ് ആരോപിച്ചു. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയുണ്ടാകുമെന്നും പെൻഷൻ കുടിശ്ശിക വരുത്തിയവരുടെ ഗ്യാരണ്ടി ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഭരണ തുടർച്ച ഉണ്ടാവും. അത് ഞങ്ങൾ പാർട്ടിയും മുന്നണിയൊക്കെ വിലയിരുത്തി ഓരോ ജില്ലയിലെയും സ്ഥിതിഗതികൾ പരിശോധിച്ച് ഭരണ തുടർച്ച ഉണ്ടാകുന്ന നിലയിലുള്ള സീറ്റുകൾ LDFന് ലഭിക്കും. ഇന്ത്യയിൽ സമീപകാല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ സ്ത്രീ വോട്ടർമാർ ഇത്രയധികം പുരുഷ വോട്ടർമാരെക്കാൾ വർദ്ധിച്ചു വന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഭരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്തെന്ന് കാണാൻ വേണ്ടി പറ്റും. പൊതുവെ വെൽഫെയർ സ്കീമുകൾ, ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ തന്നെ പൊതുവെ സ്ത്രീ വോട്ടർമാരിൽ വലിയ തോതിൽ LDFന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. UDF വന്നാൽ ഈ ക്ഷേമപ്രവർത്തനമൊക്കെ മുടങ്ങിപ്പോകും എന്ന ഒരു ഭയവും സ്ത്രീ വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ട്. അത് പോളിംഗിൽ സ്ത്രീ വോട്ടർമാരുടെ പെർസെൻറ്റേജ് വർദ്ധിച്ചതിൽ കാണാൻ സാധിക്കും. 2011-16 കാലഘട്ടത്തിൽ 600 രൂപയായിരുന്ന പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ പറ്റാത്തവരുടെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കില്ല. സ്ത്രീ വോട്ടർമാർ വലിയ നിലയിൽ LDFൻ്റെ ഭരണം തുടരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. 2021 വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിനിടയിൽ ഇതുപോലെ ചർച്ച നടന്നിട്ട് നിങ്ങൾ പഴയ ഫയലൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ കാണാം. അന്ന് ഇന്നത്തേക്കാൾ കുറച്ചും കൂടി അപ്പുറത്തേക്കാണ്. അന്നും വകുപ്പ് വിഭജനം വരെ നടത്തി കഴിഞ്ഞു. ബേപ്പൂരിൽ നല്ല വിജയം LDFന് ഉണ്ടാകും. ബാക്കി വന്നിട്ടുള്ള വ്യക്തിഹത്യക്കൊക്കെ ഉള്ള മറുപടി മെയ് 4 ജനങ്ങൾ നൽകും. ഇത് വ്യാപകമായി ഫണ്ട് കലക്ഷൻ നടത്തുകയാണ്. ഞങ്ങളിത് ഭരണത്തിൽ വരാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥികളും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഭാരവാഹികളൊക്കെ തന്നെ ആളുകളെ ഫോൺ ചെയ്ത് വിളിക്കുന്നത് ഒരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഭരണകക്ഷിയാവുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചാൽ നല്ല നിലയിൽ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് നാട്ടിലെ ജനങ്ങളുടെ സംസാരമാണ്. റോഷിപാൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. റോഷിപാൽ, UDF അധികാരത്തിലെത്തുമെന്നുള്ള UDFന്റെ ആത്മവിശ്വാസത്തെ പരിഹാസ്യപൂർവ്വം വിമർശിക്കുകയാണ് മുഹമ്മദ് റിയാസ്. അതോടൊപ്പം അദ്ദേഹം ആവർത്തിക്കുന്നു, മുഖ്യമന്ത്രി ചർച്ച ഈ പണം പിരിക്കാനുള്ള ഒരു അടവാണ് എന്നുള്ള വിമർശനം. അത്തരത്തിൽ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണത്. CPM നേരത്തെ ആരോപണം, അത് മുഹമ്മദ് റിയാസാണ് ആരോപണത്തിന് തുടക്കമിട്ടത്. അത് ആവർത്തിക്കുന്നു. കാരണം സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിനകത്ത് സജീവമാകുമ്പോഴാണ് ഇത്തരമൊരു ആരോപണം CPM നേതൃത്വം, മന്ത്രി കൂടിയ മുഹമ്മദ് റിയാസ് ഉയർത്തുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയാകും, ഭരണം വരും എന്നൊക്കെ പ്രചാരണം നടത്തിയാൽ കൂടുതൽ പണം പിരിക്കാൻ കഴിയും, അങ്ങനെ ഒരു പൊതു വിലയിരുത്തലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രചാരണം കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഒപ്പം ഭാരവാഹികളും ഒക്കെ പണപ്പിരിവ് നടത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പലരും തന്നോടൊക്കെ പറയുന്നുണ്ട് എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. അതിനൊപ്പം തന്നെ സ്ത്രീ വോട്ടർമാരുടെ വർധനവിൽ CPMന് വലിയ പ്രതീക്ഷയുണ്ട്. സ്ത്രീ വോട്ടർമാർ കൂടുതൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് LDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയാണെന്ന അവകാശവാദം കൂടി മന്ത്രി ഉയർത്തുന്നുണ്ട്. ഏതായാലും CPM ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ തന്നെയാണുള്ളത്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തെ നമ്മൾ കാണേണ്ടത്. തീർച്ചയായും റോഷിപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.